Critical point and point of inflection. ഒരു ഫംഗ്ഷൻ f of x. ഈ f of x എന്നുള്ള ഫംഗ്ഷൻ എല്ലാ സമയത്തും ഡിഫറൻഷ്യബിൾ ആയിക്കൊള്ളാം എന്നില്ല. അങ്ങനെയാണെങ്കിൽ f ഡിഫറൻഷ്യബിൾ ആവാത്ത പോയിന്റ്, f ഡിഫറൻഷ്യബിൾ അല്ലാത്ത പോയിന്റ്സ്. ഇനി അഥവാ f ഡിഫറൻഷ്യബിൾ ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ f ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ്സ്. ഓക്കെ, എഫ് ഡാഷ് എക്സ് 0 ആവുന്ന പോയിന്റ് അഥവാ എക്സ് നോട്ട് ഒരു ക്രിട്ടിക്കൽ പോയിന്റ് ആണെങ്കിൽ ഒന്നില്ലെങ്കിൽ എഫ് അവിടെ ഡിഫറൻഷ്യബിൾ ആവൂല, അല്ലെങ്കിൽ എഫ് ഡാഷ് എക്സ് നോട്ട് എന്താവണം? 0 ആവണം. ഓക്കെ, ഇനി ഇങ്ങനെയും പറയാം. ഇപ്പോ ഈ ഒരു ഭാഗത്ത് ഇത് എക്സ് നോട്ട് എന്നുള്ള പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ഇവിടെ എന്തുണ്ട്? ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ക്രിട്ടിക്കൽ പോയിന്റ് ആണെങ്കിൽ ഈ ഭാഗത്ത് ഫംഗ്ഷൻ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഒന്നില്ലെങ്കിൽ അവിടെ എത്തിയിട്ട് ഡിക്രീസിങ് ആവും. ഒന്നിൽ എഫ് ഇൻക്രീസിങ് ആയി ഡിക്രീസിങ് ആവും, അല്ലെങ്കിൽ അവിടെ ഡിക്രീസിങ് ആയി ഇൻക്രീസിങ് ആവാൻ ചാൻസ് ഉണ്ട്. അതും അല്ലെങ്കിൽ ആ ഫംഗ്ഷൻ അങ്ങനെ പോയിട്ട് കോൺകേവ് അപ്പ് ഡൗൺ എന്ന് കോൺകേവ് അപ്പ് ആവാൻ ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ കോൺകേവ് ഡൗൺ എന്ന് കോൺകേവ് അപ്പ് ആവാൻ ചാൻസ് ഉണ്ട്. ഡിക്രീസിങ് തന്നെയാണ്, മുഴുവൻ ഭാഗത്തും ഡിക്രീസിങ് ആണ്. ഇങ്ങനെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. ശ്രദ്ധിക്കണം, എഫ് എന്നുള്ള ഭാഗത്ത് ഇങ്ങനെ കൂർത്ത ഭാഗമാവാം, ലോക്കൽ മാക്സിമം ഉണ്ടായിക്കൊള്ളാന്നില്ല. കണ്ടോ, ഇത് ഷാർപ്പ് കോർണർ ആവാം, ഇങ്ങനെ ആവാം, അല്ലെങ്കിൽ ഇങ്ങനെ ആവാം. ഈ ഭാഗത്ത് ഇങ്ങനെ ഷാർപ്പ് കോർണർ ആവാം, അവിടെ ഡിഫറൻഷ്യബിൾ ആവാതിരിക്കുക, എക്സ് നോട്ടിൽ മാത്രം ഡിഫറൻഷ്യബിൾ ആവാതിരിക്കുക. ഇവിടെ കണ്ടോ ഡിക്രീസിങ്, ഇവിടെ ഇൻക്രീസിങ്, ഇവിടെ ഇൻക്രീസിങ്, ഇവിടെ ഡിക്രീസിങ്, ഇവിടെ ഇൻക്രീസിങ്, ഇവിടെ ഡിക്രീസിങ്, ഡിക്രീസിങ്, ഇൻക്രീസിങ്, ഡിക്രീസിങ്, ഡിക്രീസിങ്. പക്ഷെ ഇവിടെ യു ഷേപ്പാണ്, ഇവിടെ റാ ഷേപ്പാണ്, ഇവിടെ റാ ഷേപ്പാണ്, യു ഷേപ്പാണ്. ഇങ്ങനെയൊക്കെ വന്നാലും അതെന്താവാം? ക്രിട്ടിക്കൽ പോയിന്റ് ആവാം. ഓക്കെ, ഇങ്ങനെയൊക്കെ വന്നാലും അത് ക്രിട്ടിക്കൽ പോയിന്റ് ആവാം. ഇനി എന്താണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ നോക്കാം. അപ്പോ ക്രിട്ടിക്കൽ പോയിന്റില് നമുക്ക് ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്ന് വിചാരിക്കുക. ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ സോറി, ഇപ്പൊ ഈ ഒരു പോയിന്റ് എക്സ് നോട്ട് ഉണ്ട്. ഇവിടെ എഫ് ഡാഷ് എക്സ് പോസിറ്റീവ് 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 നെഗറ്റീവ് 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 ആയാൽ ഈ പോയിന്റ് എന്ത് തന്നെയാണ്? ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. ക്രിട്ടിക്കൽ പോയിന്റ് ആയതുകൊണ്ട് ഇങ്ങനെ ആവണമെന്നില്ല. ഇത് എക്സാമ്പിൾ ഇവിടെ ഒക്കെ പോസിറ്റീവ് ആണല്ലോ. ആര്? എഫ് ഓഫ് എക്സ് അല്ല, എഫ് ഡാഷ് എക്സ് എല്ലാ ഭാഗത്തും പോസിറ്റീവ് ആണ്. ഇവിടെ എല്ലാ ഭാഗത്തും നെഗറ്റീവ് ആണ്. ഇവിടെ പോസിറ്റീവ്, ഇവിടെ ഒക്കെ നെഗറ്റീവ് 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 നെഗറ്റീവ്, ഇവിടെ പോസിറ്റീവ് 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 ആണ്. അപ്പൊ നെഗറ്റീവ് എന്ന് പോസിറ്റീവ്ക്കോ പോസിറ്റീവ് എന്ന് നെഗറ്റീവ്ക്കോ ആണെങ്കിൽ ഉറപ്പായിട്ട് ഇവിടെ എന്ത് പറയാം? അത് ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്ന് പറയാം. പക്ഷെ ക്രിട്ടിക്കൽ പോയിന്റ് ആയതുകൊണ്ട് പോസിറ്റീവ് നെഗറ്റീവ്ക്കോ നെഗറ്റീവ് പോസിറ്റീവ്ക്കോ ആവണം നിർബന്ധം പിടിക്കാൻ പാടില്ല. അത് കണ്ടോ, ഈ പോയിന്റ് കണ്ടോ, ഈ പോയിന്റ് കണ്ടോ, അങ്ങനെ. ഇനി എന്താണ് അപ്പൊ ശരിക്കും ഇതിന്റെ ഡെഫിനിഷൻ എന്താ? ഡെഫിനിഷൻ എന്താ വെച്ചാൽ ക്രിട്ടിക്കൽ പോയിന്റ് ഡെഫിനിഷൻ രണ്ടെണ്ണാണ്. എ പോയിന്റ് എക്സ് നോട്ട് ഈസ് സെഡ് ടു ബി എ ക്രിട്ടിക്കൽ പോയിന്റ് ഓഫ് എഫ് ഇഫ് f is not differentiable at x equal to x naught or f dash x naught equal to 0. ഇങ്ങനെ വന്നാൽ f ഡിഫറൻഷ്യബിൾ അല്ലെങ്കിൽ കുഴപ്പമില്ല, എഫ് ഡിഫറൻഷ്യബിൾ ആണെങ്കിൽ ആ പോയിന്റിൽ 0 ആണ്. ഇതാണ് കൃത്യമായ ഡെഫിനിഷൻ. ഇതെല്ലാം അങ്ങനെ അത് ബാക്കി വരുന്ന ബാക്കി കാര്യങ്ങളാണ്. അപ്പൊ ക്രിട്ടിക്കൽ പോയിന്റ് ആവും ഇങ്ങനെയൊക്കെ ആവാൻ ചാൻസ് ഉണ്ട്. പോസിറ്റീവ് ആയതുകൊണ്ട് ക്രിട്ടിക്കൽ പോയിന്റ് എന്ന് പറയാൻ കഴിയില്ല. അങ്ങനെയല്ല കേട്ടോ. ക്രിട്ടിക്കൽ പോയിന്റ് ആണെങ്കിൽ ഇങ്ങനെ ആവാ, ഇങ്ങനെ ആവാ, ഇങ്ങനെ ആവാ, ഇങ്ങനെ ആവാ, ഇങ്ങനെ ആവാ, ഇങ്ങനെയൊക്കെ ആവാം. ഓക്കെ, ഇനി എന്താണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ നോക്കാം. ഇപ്പോ എക്സ് നോട്ട് എന്നുള്ള ഒരു പോയിന്റ്, ഈ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ് എന്ന് പറയണമെങ്കിൽ, എക്സ് നോട്ട് എന്നുള്ള ഒരു പോയിന്റ്, ആ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണ് എന്ന് പറയണമെങ്കിൽ നോക്കൂ, ഇങ്ങനെ വരച്ചിട്ട് ഈ പോയിന്റ് എക്സ് നോട്ട് ആക്കി എടുത്തു. ഇനി എഫ് ഡബിൾ ഡാഷ് എക്സ് എടുക്കുക. എഫ് ഡാഷ് എക്സ് അല്ല, എഫ് ഡബിൾ ഡാഷ് എക്സ്. അത് ഇവിടെ ഒക്കെ പോസിറ്റീവ് 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 പോസിറ്റീവ്, ഇവിടെ എന്താ പോസിറ്റീവ് 0 ആയിക്കോട്ടെ, നെഗറ്റീവ് 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 നെഗറ്റീവ്, ഇങ്ങനെയാണെങ്കിലോ അല്ലെങ്കിൽ ഈ ഭാഗത്തൊക്കെ നെഗറ്റീവ് 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 നെഗറ്റീവ്, ഈ ഭാഗത്ത് 0, പിന്നെ പോസിറ്റീവ് 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 പോസിറ്റീവ്,
ഇങ്ങനെയാണെങ്കിൽ ആ പോയിന്റിനെ വിളിക്കുന്ന പേരാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ. ഓക്കെ, ഡെഫിനിഷൻ ഏതുപോലത്തെ ഇതാണ് കൃത്യമായ ഡെഫിനിഷൻ. ഡെഫിനിഷൻ എന്താ ചോദിച്ചാൽ എ പോയിന്റ് എക്സ് നോട്ട് ഈസ് സെഡ് ടു ബി എ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഓഫ് എഫ് ഇഫ് the sign of f double dash x changes at that point. നെഗറ്റീവ് പോസിറ്റീവ്ക്കോ പോസിറ്റീവ് നെഗറ്റീവ്ക്കോ അതേ ഡെഫിനിഷൻ ഇവിടെ ഉണ്ട് കേട്ടോ. നോക്കൂ, ഞാൻ ഇവിടെ പറഞ്ഞിട്ടില്ലേ, അവിടെ അങ്ങനെയല്ല. എക്സ് നോട്ട് ക്രിട്ടിക്കൽ പോയിന്റ് ആണെങ്കിൽ പോസിറ്റീവ് അല്ല സോറി പോസിറ്റീവ് നെഗറ്റീവ്ക്കോ നെഗറ്റീവ് പോസിറ്റീവ്ക്കോ ആണെങ്കിൽ ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്നേ ഉള്ളൂ. ക്രിട്ടിക്കൽ പോയിന്റ് ആണെങ്കിൽ പോസിറ്റീവ് നെഗറ്റീവ്ക്കോ നെഗറ്റീവ് പോസിറ്റീവ്ക്കോ ആവണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ആ പോയിന്റ് നെഗറ്റീവ് പോസിറ്റീവ്ക്കോ പോസിറ്റീവ് നെഗറ്റീവ്ക്കോ പോയാൽ ക്രിട്ടിക്കൽ പോയിന്റ് ആണ്. പക്ഷെ ക്രിട്ടിക്കൽ പോയിന്റ് ആയതുകൊണ്ട് ഇങ്ങനെ ആവണമെന്നില്ല. അതിൽ എക്സാമ്പിൾ ആണ് ഇവിടെ മേലുള്ളത്. പക്ഷെ ഇവിടെ ഡെഫിനിഷൻ അതല്ല. ഇവിടെ ഡെഫിനിഷൻ ഇങ്ങനെയാണ്, നെഗറ്റീവ് പോസിറ്റീവ്ക്കോ പോസിറ്റീവ് നെഗറ്റീവ്ക്കോ എഫ് ഡാഷ് എക്സ് അല്ല എഫ് ഡബിൾ ഡാഷ് എക്സ് പോയാൽ അതിനെ വിളിക്കുന്ന പേരാണ് ക്രിട്ടിക്കൽ പോയിന്റ്. ഇനി ഒരു പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്ന് വിചാരിക്കും. എക്സ് നോട്ട് എന്നുള്ള പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ് ആണെന്ന് വിചാരിക്കും. ക്രിട്ടിക്കൽ പോയിന്റ് ആണെങ്കിൽ എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് 0 ആയിരിക്കും. മാത്രമല്ല എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് 0 ആവും ചെയ്യില്ല. എഫ് ഡബിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് 0 ആവും ചെയ്യും. എഫ് ട്രിപ്പിൾ ഡാഷ് ഓഫ് എക്സ് നോട്ട് 0 ആവും ചെയ്യൂല. അങ്ങനത്തെ ഒരു പോയിന്റ് ഉണ്ടെങ്കിൽ ഉറപ്പിച്ചോ അതെന്ത് തന്നെയാണ്, ക്രിട്ടിക്കൽ പോയിന്റ് ആവാൻ സാധ്യതയുണ്ട്. ഒരു പോയിന്റ് ക്രിട്ടിക്കൽ പോയിന്റ് ആണെങ്കിൽ ഈ രണ്ട് കാര്യം ശരിയാവും. പക്ഷെ ഇങ്ങനെ ആയതുകൊണ്ട് എന്താവണമെന്നില്ല, അത് ക്രിട്ടിക്കൽ പോയിന്റ് ആവണം. ക്രിട്ടിക്കൽ പോയിന്റ് അല്ല, ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണെങ്കിൽ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. പക്ഷെ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്തുകൊണ്ട് എന്താവണമെന്നില്ല, അത് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആവണമെന്നില്ല. ഇനിയിപ്പോ ഒരു പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണെന്ന് വിചാരിക്കും. എക്സ് നോട്ട് എന്നുള്ള പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ആണെങ്കിൽ ആ ഭാഗത്ത് ഗ്രാഫ് ചിലപ്പോൾ റാ ഷേപ്പിൽ വന്നിട്ട് ഇവിടെ എത്തിയാൽ അത് യു ഷേപ്പിലേക്ക് കൺവേർട്ട് ചെയ്യും. അല്ലെങ്കിൽ ആ പോയിന്റ് എക്സ് നോട്ടില് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷൻ ഉണ്ടെന്ന് വിചാരിക്കും. അങ്ങനെ ഈ ഗ്രാഫ് യു ഷേപ്പിൽ ഇങ്ങനെ വന്നിട്ട് ഇവിടുന്ന് അങ്ങോട്ട് റാ ഷേപ്പിൽ അങ്ങോട്ട് പോകും. നേരെ തിരിച്ചു ഡിക്രീസ്, ഇത് ഇൻക്രീസിങ്ങിന്റെ കാര്യമാണ് പറഞ്ഞത്. ഡിക്രീസിങ് ആകുമ്പോഴും ഇതേപോലൊക്കെ ഉണ്ടാവും. ആ പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനിൽ യു മാറിയിട്ട് റാ ആവും, റാ മാറിയിട്ട് യു ആവും. ഈ ഒരു വ്യത്യാസം മാത്രമേ ഉള്ളൂ. പക്ഷെ പോയിന്റ് ഓഫ് ക്രിട്ടിക്കൽ പോയിന്റില് ഇൻക്രീസിങ് മാറി ഡിക്രീസിങ് ആവും, ഡിക്രീസിങ് മാറിയിട്ട് ഇൻക്രീസിങ് ആവും. അതാണ് ചുരുക്കി പറഞ്ഞാൽ. ഇതാണ് പോയിന്റ് ഓഫ് ഇൻഫ്ലക്ഷനും ക്രിട്ടിക്കൽ പോയിന്റ് തമ്മിലുള്ള പ്രധാനപ്പെട്ട വ്യത്യാസം.